ഇതെന്താ ശരിയാവത്ത? ഓ ഇപ്പം ശരിയായി. സഞ്ജു എന്റെ ഒരു ഫോട്ടോ എടുക്ക്. ഫോട്ടോ അല്ലേ എടുക്കുന്നു. സ്മൈൽ. ഓക്കേ വാ നമുക്ക് അങ്ങോട്ട് പോവാം. വേഗം വാ നീനു. സ്പീഡ് ഓടി വാ. പെട്ടെന്ന്. എന്താണാവോ? ഹായ് ശ്രുതി. പെട്ടെന്ന് ഫോട്ടോ പോസ് പ്ലീസ്. കം ഓൺ. ഓ വൗ സൂപ്പർ. ചേച്ചി ഓക്കേ അടുത്ത ആള്. ഓക്കേ ഹായ് പെട്ടെന്ന് വാട. ഹലോ റോയിച്ച ഒരു ഫോട്ടോ എടുക്കാം. സഞ്ജു come on ടാവി ഇരി പെട്ടെന്ന് പോസ് ചെയ്യ്. come on സഞ്ജു नहीं चाहिए what yaar. റോയിച്ചോ നീ പാട്ടുപാടുന്നറിയാം. ഇപ്പൊ ഹിന്ദിയും പഠിച്ചോ. നീ ഞങ്ങളുടെ ബ്രോഡ്ബാൻഡിൽ ജോയിൻ ചെയ്യടാ. അതെ ഞാൻ അത്ര ബ്രോഡല്ല. റോയിച്ചോ നിന്റെ ആള് വരുന്നു. यार फेयर एंड लवली का असर दिख रहा है यार. डोंट वरी. देखने में मस्त है ना. मेरे से अच्छी नहीं. इधर उड़ो. अरे भाई उसको उठो नहीं, हाइटो बोलते हैं. हाइटो समझा. बैठो मेरे पास. बैठो. എവിടെ എവിടെ? ദാ ഇവിടെ. കൊള്ളാം, പക്ഷെ എന്റെ അമ്മയുടെ അത്രയും വരില്ല. എന്താടാ ഇവിടെ പേര്? കവിതാ മോഹൻ. പഠിച്ചതും വളർന്നതും അങ്ങ് ഡൽഹിയിലാ. കവിതാ മേരി മോഹൻ ആണോടാ? എടാ ക്രിസ്ത്യൻ ആണോന്ന്? കവിത ഏതായാലും എന്താ മമ്മി, ഈണം മാറ്റി പാടിയാ പോരെ? ഐ മീൻ ഒരു ക്രിസ്ത്യൻ ട്യൂൺ ഇട്ടാ പോരെ? എന്റെ ഈശോയെ, പള്ളി പോയിട്ട് വന്ന് കേൾക്കണ ഇതൊക്കെയാണല്ലോ. എഴുന്നേറ്റ് കോളേജിൽ ഇപ്പൊ നോക്കടാ. എന്നെന്നും ഇനി നിന്നെ കണി കാണാൻ മഞ്ഞിൻ കുളിരായി ഞാൻ മാറാ. ചുണ്ടിൽ നിൻ ചുണ്ടിൽ മണിമുത്തായി മുത്തമേകാൻ പാടും മുളയായി ഞാൻ മാറാ. നീ എന്നുള്ളിൽ സ്വരമഴയായി പൊഴിയൂ, കളമൊഴി കൊഞ്ചും ഒരു കുയിലായി കുറുകൂ. പ്രിയകരമാകും ഒരു രാഗം നീട്ടു, പ്രിയ സഖി എന്നിൽ നിൻ ഭാവം പകരൂ. നിന്നതരങ്ങൾ തേൻ മൊഴിയുമ്പോൾ അറിയാതെന്നിൽ ഉണരും അനുരാഗം. ഈ കുളിർക്കാറ്റിൽ ഞാൻ അലിയുമ്പോൾ മൗനം പോലും സ്വരമായി മാറുന്നു. നീ എന്നിൽ പെയ്യൂ മഴ പോലെ, ഞാൻ
എന്നും എന്നെന്നും ഇനി നിന്നെ കണി കാണാൻ മഞ്ഞും കുളിരായി ഞാൻ അരികെ. ചുണ്ടിൽ നിൻ ചുണ്ടിൽ മണിമുത്തായി മുത്തമേകാൻ പാടും മുളയായി ഞാൻ മാറാം. നാശം. ഓ എന്തു സഞ്ജു ആണോ? ഹായ് റോയിച്ച. സഞ്ജു, നീ എവിടാടാ? ഞാൻ ബീച്ചിലുണ്ടോ? നീ ഇന്ന് അവളെ പ്രപ്പോസ് ചെയ്യാന്ന് വേണ്ട, നീ എന്താ വരാത്തെ? അവളോട് നിൽക്കുക നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ദേ വരുവാ. ഇതാ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത്. നീ കയറാ. ഹായ് റോയിച്ച, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഷാൽ വി ഗോ ഫോർ എ കോഫി? അപ്പോൾ സർ ഗേൾസിനെ ന്യായീകരിക്കുകയാണല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പെൺകുട്ടികൾ പൊതുവേ അവർക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ബോയ്സുമായി വളരെ ഫ്രീ ആയി മിങ്കിൾ ചെയ്യുന്നവരാണ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. Sometimes boys will be more serious about the relationship than the girls realize. ഐ എം നോട്ട് സീരിയസ്. മമ്മിയുടെ നിർബന്ധം അങ്ങ് നിന്ന് കൊടുത്തേക്കാം. Okay, Roicha, I'm going. Bye. So we need to concentrate more on our career, to be balanced, to be broad-minded. സൺഡേ അല്ലേ അവളുടെ എൻഗേജ്മെന്റ്? നിനക്ക് ഫീലായോ? നഷ്ടപ്പെട്ടവന്റെ വേദന നഷ്ടപ്പെട്ടവനെ അറിയൂ. അപ്പോ ഒഴിവാക്കപ്പെടുന്നതിന്റെ വേദനയോ? ഇപ്പോൾ കാണുന്ന ബ്രോഡ്ബാൻഡ് വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ചെറിയ ഫിലിമാണ്. ഈ ഫിലിമിൽ ഒളിഞ്ഞു കിടക്കുന്ന 2-3 മെസ്സേജ് പ്രധാനമായിട്ടുണ്ട്. റോയിച്ചിനെ അവസാനം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. സ്നേഹിച്ച പെൺകുട്ടി വേറൊരു വിവാഹത്തിലേക്ക് പോകുന്നു. അപ്പം അത് പ്രൊഫഷണൽ ലൈഫിൽ
അല്ലെങ്കിൽ കോളേജ് ജീവിതത്തിൽ പലർക്കും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. ഇത് വളരെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു കാലഘട്ടം മാത്രമാണ്. ഇതൊരു നമ്മുടെ വളർച്ചയുടെ പാതയിലെ ഒരു നാഴികക്കല്ല് എന്ന് മാത്രം. പിന്നെ രണ്ടാമത് അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, റോയിച്ചിനും കവിതയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അതിൽ ഒരു മെസ്സേജ് നമുക്കുണ്ട്. കവിത തന്നെ കല്യാണം കഴിക്കണം എന്ന് ഉറപ്പിച്ച് റോയിച്ചൻ അവളെ സമീപിച്ചു എന്ന് വിചാരിക്കുകയും കവിത അതിനെ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായാൽ അതിനകത്തൊരു ചെറിയ അപകടം നമ്മൾ പതിയിരിപ്പുണ്ട്. നമുക്ക് മനുഷ്യന് എപ്പോഴും ഉള്ളതാണ് ഒരു പൊസസീവ്നെസ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ അയാളെ കുറച്ച് മനസ്സിലാക്കിയായിരിക്കും. നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഒരാളെ നമ്മൾ തിരിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ചില അപകടങ്ങൾ നമ്മൾ പതിയിരിക്കുന്നുണ്ട്. കവിത അവളുടെ മാതാപിതാക്കന്മാർ അറേഞ്ച് ചെയ്യുന്ന കല്യാണത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ അതാണ് യഥാർത്ഥം നമുക്ക് അഭിലഷണീയമായിട്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി അവഗണിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട്, നമ്മുടെ നീനു. ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് കൈവരികയില്ല. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുന്നത് നമുക്ക് നല്ലതായിട്ട് നമുക്ക് തീരും. അവസാനമായിട്ട് എനിക്ക് തരാനുള്ള മെസ്സേജ്, ക്യാമ്പസ് ലൈഫിൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. പൊതുവിൽ നമുക്ക് കണ്ടുവരുന്നത് പെൺകുട്ടികളാണ് അവർ കൂടുതൽ ഗൗരവമായിട്ട് ബന്ധങ്ങളെ കാണും. അത് ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ലവ് അല്ലെങ്കിൽ സസ്റ്റൈൻഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഉള്ള ഫാക്ടേഴ്സൊക്കെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഈ ക്യാമ്പസ് ലൈഫിനകത്തുള്ള റിലേഷൻഷിപ്സിന് വലിയ സ്ഥായിയായ ഭാവങ്ങൾ പലപ്പോഴും കൈവരണമെന്നില്ല. നമ്മുടെ ക്യാമ്പസ് ലൈഫിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളോട് ഓപ്പോസിറ്റ് സെക്സ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മളോട് ഫ്രീ ആയിട്ട് ഇടപെട്ടു, അവർ ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിച്ചു. അതെല്ലാം നമ്മളോടൊരു വ്യക്തി എന്ന നിലയിലുള്ളൊരു അനുരാഗമാണ്, ഒരു പ്രേമമാണ്, അല്ലെങ്കിൽ ഒരു ലവ് ആണ് എന്നുള്ള രീതി നമ്മൾ ധരിക്കരുത്. ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും പലപ്പോഴും. പിന്നെ ബ്രോഡ് ബാൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, നമ്മൾ ആൾക്കാരോട് എല്ലാവരോടും ജനറസ് ആയിട്ടുള്ള ഒരു സമീപനവും, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമല്ല എല്ലാവരോടും ഫ്രണ്ട്ഷിപ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു അപൂർവ അവസരമാണ് നമ്മുടെ കോളേജ് ജീവിതം എന്നും കൂടി നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. അളിയോ ഒരു ഫോട്ടോ. റോയിച്ച ഒന്ന് ചിരിക്കടാ. എന്തുവാടാ ഇത്? കമോൺ എല്ലാരും